ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ സൗമ്യ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് യൂറിനറി സ്റ്റോൺ അഥവാ മൂത്രത്തിൽ കല്ലിനെ പറ്റിയുള്ള ചില തെറ്റിദ്ധാരണകളെ പറ്റിയാണ്. ആദ്യം തന്നെ പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കണമെന്ന് പറയും മൂത്രത്തിൽ കല്ലുണ്ടാകാൻ ചാൻസ് ഉള്ളവർ. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? പാലിനകത്ത് എന്തുണ്ട്? കാൽസ്യം ഉണ്ട്. ഈ കാൽസ്യം നമ്മുടെ ഡയറ്റ് വഴി എത്തുന്ന ഓക്സലേറ്റുമായിട്ട് ബൈൻഡ് ചെയ്ത് ഓക്സലേറ്റിനെ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. ഈ ഓക്സലേറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റോൺസിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ്. അപ്പോൾ സ്റ്റോൺ ഫോർമേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം മിൽക്കിലെ കാൽസ്യം ഓക്സലേറ്റിനെ പുറന്തള്ളാൻ സഹായിച്ച് സ്റ്റോൺ ഫോർമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ പാലുൽപ്പന്നങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ട കാര്യമില്ല, മിതമായ അളവിൽ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത ഒരെണ്ണം പറയുന്നത് എന്ന് വെച്ചാൽ സ്റ്റോൺ ഫോർമേഷന് സാധ്യതയുള്ളവർ ഒരു ദിവസം 4 മുതൽ 5 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. അതങ്ങനെ വേണം. ശരിക്കും നമ്മുടെ ഒരു ദിവസം 2.5 ലിറ്റർ യൂറിൻ ഉണ്ടാകാൻ ആവശ്യമായ വെള്ളം മാത്രം നമ്മൾ കുടിച്ചാൽ മതി. അത് ഏകദേശം ഒരു സാധാരണ മനുഷ്യന് 2.5 to 3 ലിറ്റർ വരെ വെള്ളം മതിയാകും. അല്ലാതെ 4-5 ലിറ്റർ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് യൂറിൻ പ്രൊഡക്ഷൻ കൂടും. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടാകുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് പറയുന്നത് ബാർലി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂത്രത്തിൽ കല്ലെല്ലാം പെട്ടെന്ന് ഒഴുകിപ്പോകുമെന്ന്. അതിലെന്താ സത്യം? ബാർലി വെള്ളത്തിന് അങ്ങനെ ഒരു പ്രത്യേക ഗുണമുള്ളതായിട്ടൊന്നും ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ 2.5 ലിറ്റർ യൂറിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ ഡെയിലി കുടിക്കണം. അത് സാധാരണ വെള്ളം മതിയാകും. ഇനി അടുത്തതായിട്ട് പറയുന്നത് മെഡിസിൻസ് കഴിച്ചാൽ മൂത്രത്തിൽ കല്ല് അലിഞ്ഞലിഞ്ഞ് പോകും. ശരിക്കും പറഞ്ഞാൽ ചെറിയ യൂറിക് ആസിഡ് സ്റ്റോൺസ് മാത്രമാണ് മെഡിസിൻസ് കഴിക്കുമ്പോൾ അലിഞ്ഞു പോകാൻ സാധ്യതയുള്ളത്. കാൽസ്യം സ്റ്റോൺസ് ഒന്നും അങ്ങനെ അലിഞ്ഞു പോകില്ല. അപ്പം നമ്മൾ മെഡിസിൻസ് കൊടുത്ത് സ്റ്റോണിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് യൂറിൻ്റെ പാസേജിൽ കൂടി യൂറിനോടൊപ്പം പുറത്തു പോകാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് സ്റ്റോൺസ് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്. അത് ചെറിയ കല്ലുകൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. വലിയ കല്ലുകൾ അങ്ങനെ തെറിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയുമുണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.